ഞാൻ ഏരിയ സെക്രട്ടറിയായി വന്നതിന് ശേഷമാണ് 3 കണക്കുകൾ എൻ്റെ മുമ്പിൽ വരുന്നത്. ഒന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ട് സംബന്ധിച്ചുള്ള കാര്യം, 2 ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, 3 ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അതിൽ ആദ്യം എൻ്റെ മുമ്പിൽ വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടാണ്. അത് ഓഡിറ്റ് ചെയ്യാൻ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തുകയാണ്. അപ്പോൾ അത് ഓഡിറ്റ് ചെയ്യാൻ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്ക് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല. അതിനു മുമ്പുള്ള 2 കാര്യങ്ങളാണ് ധനരാജ് രക്തസാക്ഷി ഫണ്ടും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടും. എങ്കിലും ഇതിന് ശേഷമാണ് ആ കണക്ക് കമ്മിറ്റി മുമ്പാകെ വരുന്നത്. 2021 അവതരിപ്പിച്ചപ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ അതിൽ ചില ക്രമക്കേടുകളുള്ളതായി കണ്ടു. അപ്പോൾ ഇതുമായി ഒരു ബന്ധം എനിക്കില്ലെങ്കിലും സമ്മേളന റിപ്പോർട്ടിൽ അത് ഉൾക്കൊള്ളിക്കുമ്പോൾ ഞാനാണത് സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കൃത്യമായി പരിശോധിക്കാതെ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഈ 2 കണക്കും, ധനരാജ് ഫണ്ടും കെട്ടിട നിർമ്മാണ ഫണ്ടും, 2 ഞാൻ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചതാണ്. അതിൽ 2ലും ചില ക്രമക്കേടുകൾ കണ്ടു. ഈ 3 കാര്യങ്ങളും പാർട്ടി നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ വാക്കാലും രേഖാമൂലവും പെടുത്തിയതാണ്. പിന്നീട് പാർട്ടി സഖാക്കളെല്ലാം സംസാരിച്ച് ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് വീണ്ടും പാർട്ടിക്കകത്ത് തിരിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. തിരിച്ചു പോയതിന് ശേഷവും വേട്ടയാടുന്ന ഒരു നടപടിയാണ്, നിലപാടാണ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ജനങ്ങളോട് പറയല്ലാതെ, കാരണം പാർട്ടി തന്നെ പറയുന്ന ഒരു കാര്യം നേതൃത്വം തെറ്റ് ചെയ്യുമ്പോൾ അണികൾ തിരുത്താൻ സന്നദ്ധമാകണം എന്നതാണ്. അപ്പോൾ ആ നിലയിലുള്ള ഒരു പരിശ്രമമാണ് ഞാനിപ്പോൾ നടത്തുന്നത്. എൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതാണ് പുസ്തകത്തിൻ്റെ പേര്. രക്തസാക്ഷി ഫണ്ട് 2016 ജൂലൈ 11 ധനരാജ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് ശേഷം തന്നെ ഫണ്ട് പിരിക്കാൻ പാർട്ടി തീരുമാനിച്ചു. കാരണം പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുന്നവരുടെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ബാധ്യതയായി, ചുമതലയായി എല്ലാ കാലത്തും ഈ പാർട്ടി കാണുന്നതാണ്. അതിവിടെ മാത്രമല്ല, എല്ലായിടത്തും. അപ്പോൾ 3 കാര്യങ്ങളാണ് അങ്ങനെ ഒരു ഫണ്ട് ആലോചിക്കുമ്പോൾ പാർട്ടി കണ്ടത്. ഒന്ന്, ആ കുടുംബത്തെ സഹായിക്കാനുള്ള കാശ് ഒരു നിക്ഷേപിച്ച് നൽകുക എന്നുള്ളത്. 2, അവർക്കൊരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത്. 3, ആ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിലവുകൾ കുറച്ച് വരുമല്ലോ. പ്രോസിക്യൂഷനാണ്, ഗവൺമെൻറ്റാണ് എങ്കിലും അപ്പോൾ അതിന് പുറമെ ചില ചിലവുകളിലൊക്കെ വരുന്നതാണ്. ചിലപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നമുക്ക് നിശ്ചയിക്കേണ്ടി വരും. അപ്പോൾ ആ നിലയിൽ കേസിൻ്റെ ചിലവുകളും നിർവഹിക്കുക, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഫണ്ട് പിരിച്ചത്. അതിൽ ഈ 2017 കരിവള്ളൂർ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഈ ധനസഹായം നൽകി അതിൻ്റെ ചിലവ് കണക്കൊക്കെ, വരവ് ചിലവ് കണക്കൊക്കെ അവിടെ അവതരിപ്പിച്ചിരുന്നു. അതിനുശേഷം വീട് നിർമ്മാണം പിന്നീടാണ് നടക്കുന്നത്. ആ സമ്മേളന റിപ്പോർട്ടിൽ അവതരിപ്പിച്ച കണക്കിൽ തന്നെ വരവിൽ പിന്നീട് ഇപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 10 ലക്ഷത്തിൻ്റെ കുറവ് ആ വരവിലുണ്ടായി. പിന്നീട് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കണക്ക് 2021 അവതരിപ്പിക്കുന്നത്. അതിലും യഥാർത്ഥ ചെലവിൽ കൂടുതൽ ചെലവ് കാണിക്കുന്ന ഒരവസ്ഥയുണ്ടായി. തരത്തിലും പൊറുക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. രക്തസാക്ഷി ഫണ്ട് അതിനകത്ത് ഏകദേശം എത്ര രൂപ പോയിട്ടുണ്ട് എന്നുള്ളതാണ് കുഞ്ഞുവിഷാട്ടം മനസ്സിലാക്കിയത്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി 35 ലക്ഷം രൂപ വകമാറ്റി എന്നതാണ് അവതരിപ്പിച്ച കണക്ക്. അങ്ങനെ വകമാറ്റേണ്ടി വരുമ്പോൾ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ പറഞ്ഞ്
കമ്മിറ്റി ചർച്ച ചെയ്ത് കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ പാടുള്ളൂ. പക്ഷെ ഒരിക്കൽ പോലും ഏരിയ കമ്മിറ്റിയിൽ ഇങ്ങനെ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് തികയില്ല എന്നും തൽക്കാലം ഈ ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റണം എന്നും ആവശ്യപ്പെടുകയോ ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. അല്ലല്ല, ഈ ധനരാജ് ഫണ്ടും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 51 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ ഈ 35 ലക്ഷം കെട്ടിട നിർമ്മാണത്തിലേക്ക് വകമാറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, അതേറ്റവും ഒടുവിൽ ജില്ലാ കമ്മിറ്റി 40 ലക്ഷമായി വർദ്ധിപ്പിച്ചു. ധനരാജ് ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിലേക്ക് മാറ്റിയത് 40 ലക്ഷമാണ് എന്ന് ജില്ലാ കമ്മിറ്റി പറയുകയാണ്. ഈ കണക്ക് അവതരിപ്പിച്ചവർ 35 ലക്ഷം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ജില്ലാ കമ്മിറ്റി പറയുകയാണ് ഈ 40 ലക്ഷം ഏരിയ കമ്മിറ്റി ഫണ്ട് കണ്ടെത്തി തിരിച്ച് ധനരാജ് ഫണ്ടിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ബാക്കി വരുന്ന 51 ലക്ഷവും ഈ കൊടുക്കാൻ ബാധ്യതയുള്ള 40 ലക്ഷവും കൂടി 91 ലക്ഷം റുപ്യ ഈ രണ്ട് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കുടുംബത്തിന് ഒരാൾ എന്നുള്ള കണക്ക് കൂട്ടൽ എനിക്കില്ല. അതിൽ ചിലരല്ല അല്ല അതിൽ അന്നത്തെ ഏരിയ സെക്രട്ടറി KP മധുവിനും പങ്കുണ്ട്. ഈ ടി ഐ മധുസൂദൻ എന്താണ് അതിൽ കൃത്യമായ പങ്ക് എന്താണ്, എങ്ങനെയാണ്? ടി.ഐ. മധുസൂദൻ്റെ കാലത്താണ് ഈ ഫണ്ട് പിരിക്കുന്നത്. 2016 ഞാൻ പറഞ്ഞല്ലോ, 2016 ജനുവരിയിലാണ് ഈ ഫണ്ട് പിരിവ് നടക്കുന്നത്. 2016 തന്നെയാണ് 17 തന്നെയാണ് ഇത് കൊടുക്കുന്നത്. 2017 ഡിസംബർ മാസത്തിലാണ് ടി.ഐ. മധുസൂദൻ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നത്. അതുവരെ എല്ലാം കൈകാര്യം ചെയ്തത് ടി.ഐ. മധുസൂദനാണ്. അപ്പോൾ ആ നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏരിയ സെക്രട്ടറിക്കാണ്.